ആരാധകരെ ശാന്തരാകുവിൻ. അതെ, അർജന്റീന 4ാം ലോക കിരീടം ഉയർത്താൻ പോകുന്നു. ഫാൻസ് ഫൈറ്റുകൾക്കും കോൺട്രവേഴ്സികൾക്കും വിട. ഇനി സംസാരിക്കുന്നത് ഹായ് ഓൾ ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ടു നെറ്റ്വർക്ക്. ക്വാർട്ടർ ഫൈനലിലേക്ക് ഇങ്ങനെ എത്തി നിൽക്കുകയാണ് വേൾഡ് കപ്പ്. അപ്പോ കപ്പ് ആര് ഉയർത്തും എന്നുള്ളതാണ് നമ്മുടെ ചർച്ച. നമുക്കറിയാം ഫ്രാൻസ് എന്ന് പറയുന്ന ഒരു ജയന്റ് ഒരു സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. സോ ഞാൻ നോക്കിയിട്ട് ഫ്രാൻസിനെ തോൽപ്പിക്കാൻ കപ്പാസിറ്റബിൾ ആയിട്ടുള്ള ഒരു ടീമിനെയും ഞാൻ നോക്കിയിട്ട് ഈ റൗണ്ട് ഓഫ് 8 കാണുന്നില്ല എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ്. കാരണം ഫ്രാൻസിന്റെ കറണ്ട് ഫോം, പ്ലേയേഴ്സിന്റെ ഫോം, അവർ തമ്മിലുള്ള കോമ്പോസ്, അങ്ങനെ വേണ്ട നമ്മൾ ഫ്രാൻസിന്റെ ഏതൊരു വശം എടുത്ത് നോക്കിയാലും ഫ്രാൻസ് ഭയങ്കരം തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. സോ പക്ഷെ ഫ്രാൻസ് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് തോൽക്കാൻ മനസ്സില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം അപ്പുറത്തെ പൂളിലുണ്ട് എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് അർജന്റീനയെ പറ്റിയിട്ട് തന്നെയാണ്. സോ ഒന്ന് ആലോചിച്ച് നോക്കുക. അർജന്റീനയുടെ കേസിൽ നമുക്ക് പല സമയങ്ങളിലും പല രീതിയിലുള്ള ഡൗട്ട്സ് ഉണ്ടായിരുന്നു. പക്ഷെ ആ ഡൗട്ട്സ് ഒക്കെ പലപ്പോഴായിട്ട് ക്ലിയർ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അർജന്റീന തോൽക്കുമെന്ന് വിചാരിച്ച പല ഘട്ടങ്ങളും നമ്മൾ കണ്ടു. പക്ഷെ അവിടെ ഒന്നും അർജന്റീന കീഴടങ്ങാൻ തയ്യാറല്ല. അവരുടെ ആ ഒരു മെന്റാലിറ്റി ഉണ്ടല്ലോ, ആ മെന്റാലിറ്റി, അതാണ് അവര്. സോ ആ ഒരു മെന്റാലിറ്റി ഡെവലപ്പ് ചെയ്തതിൽ സ്കലോണി എന്ന് പറയുന്ന മനുഷ്യൻ എടുത്തിട്ടുള്ള പങ്ക്, ആളെടുത്തിട്ടുള്ള പണി അത് ചെറുതല്ല. സോ സ്കലോണി അങ്ങനെ വെറുതെ ഒന്നും തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഫ്രാൻസ് മനസ്സിലാക്കേണ്ടത്. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കുക, കബോ വെർദയുമായിട്ടുള്ള മത്സരം. സോ കബോ വെർദെ അത്യാവശ്യം എല്ലാവർക്കും നല്ല കോമ്പറ്റീഷൻ കൊടുത്തു വന്ന ടീമാണ്. അതായത് സ്പെയിൻ ആവട്ടെ, ഉറുഗ്വേ ആവട്ടെ, സൗദി അറേബ്യ ആവട്ടെ, ആർക്കും തന്നെ കബോ വെർദേനെ പരാജയപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോ അതുകൊണ്ട് തന്നെ അർജന്റീന അവരെ നിസ്സാരക്കാരായിട്ടല്ല കണ്ടത്. പക്ഷെ എന്നാൽ അർജന്റീനക്കെതിരെ ആരും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു പെർഫോമൻസ് കബോ വെർദെ പുറത്തെടുക്കുന്നു. അപ്പൊ ഞാനും എന്റെ വീഡിയോയിലൊക്കെ ഞാൻ ആദ്യം പറഞ്ഞത് കബോ വെർദെ ആയിട്ട് ലീഡ് എടുക്കും 3-0 ജയിക്കുമെന്നൊക്കെ ആയിരുന്നു അർജന്റീനയുടെ കേസ് പറഞ്ഞത്. പക്ഷെ അതിനെയൊക്കെ മാറ്റി മറിച്ചുകൊണ്ട് കബോ വെർദയുടെ ഒരു ഭയങ്കരമായ പെർഫോമൻസ്, അർജന്റീനക്ക് പണി വാളുമോ എന്ന് വരെ നമുക്ക് തോന്നിയ നിമിഷങ്ങളുണ്ടായി. പക്ഷെ അവിടെ ഒന്നും കീഴടങ്ങാൻ അർജന്റീന തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. അർജന്റീന കളി അവിടെ അവരുടെ കൈപ്പിടിയിൽ ഒതുക്കുന്നതാണ് അവസാനം നമ്മൾ കണ്ടത്. സോ അവസാനം നമ്മൾ ഇന്നലെ ഈജിപ്തുമായിട്ടുള്ള മത്സരം കണ്ടതാണ്. അത് അർജന്റീന തോറ്റു എന്ന് 99% ഉറപ്പിച്ച ഒരു മത്സരം. ആ 1% ഹോപ്പിന്റെ പുറത്ത് അർജന്റീന വീണ്ടും പന്ത് തട്ടുകയാണ്. ഒന്നും പറയാനില്ല. അവസാനം 80 മിനിറ്റ് ആവുമ്പോഴും അതിന് 2 ഗോളിന് പുറകിൽ നിൽക്കുക. അവിടെ വെച്ചിട്ടാണ് ഈ പറയുന്ന ബാക്കി 3 ഗോളുകൾ അവിടെ നിന്നാണ് പിറക്കുന്നത് എന്നുള്ളത് നമ്മൾ വിസ്മരിക്കരുത്. ഇത്രയും കോൺട്രവേഴ്സീസും കാര്യങ്ങളും നമ്മൾ പറയുമ്പോൾ മെസ്സി അടിച്ച ഗോൾ മറക്കാതിരിക്കുക. അതിനകത്ത് യാതൊരു കോൺട്രവേഴ്സി ഇല്ല കേട്ടോ. അതേപോലെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പോ കോൺട്രവേഴ്സി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ അത് ഫാൻസ് ഫൈറ്റിന്റെ ഭാഗമായിട്ടും അല്ലാതെയും ഒക്കെ ആയിട്ട് 2 പക്ഷം ഇപ്പോഴും നിൽക്കുകയാണ്. സോ അതൊക്കെ പറയുമ്പോഴും ഓക്കെ ഫൈൻ, നമുക്ക് ഒരു റഫറി മിസ്റ്റേക്കോ ആയിട്ടോ അല്ലെങ്കിൽ ഫൗളായിട്ടോ അതിനെ കാണാം. എന്തായാലും ആ ഫൗള് കഴിഞ്ഞതിന് ശേഷം ആ ബോൾ എടുത്തോണ്ട് പോയിട്ട് അവിടെ കൊണ്ട് കറക്റ്റ് ക്ലിയർ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യാൻ കാണിക്കുന്ന ഒരു മെന്റാലിറ്റി ഉണ്ടല്ലോ, അതൊക്കെ വേറെ ലെവൽ തന്നെയാണ്. അപ്പൊ അതിനൊക്കെ അംഗീകരിക്കേണ്ടത് തന്നെയാണ്. സോ തോൽക്കാൻ മനസ്സില്ല എന്ന് ഇങ്ങനെ എന്താ പറയാ അങ്ങ് സീൽ ചെയ്ത് വെച്ചേക്കാണ് അർജന്റീന. സോ അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്രാൻസിന് അർജന്റീന, ഞാനിപ്പോഴും വിചാരിക്കുന്ന ഫ്രാൻസ് വേഴ്സസ് അർജന്റീന ഫൈനൽ വീണ്ടും ഉണ്ടാവും എന്ന് തന്നെയാണ്. ഭയങ്കര ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രാൻസ്, എന്നാൽ ഞങ്ങൾക്ക് തോൽക്കാൻ മനസ്സില്ല എന്ന മെന്റാലിറ്റിയിൽ കളിക്കുന്ന അർജന്റീന, അതാണ് ഈ വർഷത്തെ ഫൈനലിൽ ഉണ്ടാവാൻ പോകുന്ന ഒരു ഏറ്റുമുട്ടൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ആ ഏറ്റുമുട്ടലിൽ നന്നായി കളിക്കുന്നവരോട് ഞങ്ങൾക്ക് പരാജയപ്പെടാൻ മനസ്സില്ല എന്ന് പറയുന്നവർ തന്നെ വിജയിക്കാനാണ് സാധ്യത വളരെ കൂടുതൽ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ അർജന്റീന അവരുടെ 4ാം ലോക കിരീടം ചൂടാൻ പോവുകയാണ് എന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക് യു.